ഒരു ദിവസം ഒരു കുറുക്കൻ വനത്തിലൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അവന് വല്ലാത്ത വിശപ്പ് തോന്നി. അവൻ ചുറ്റും നോക്കി. ഇന്നൊരു നല്ല ഭക്ഷണം കഴിക്കണം അവൻ തീരുമാനിച്ചു. പെട്ടെന്ന് ഒരു പ്രാവ് അവിടെ ഒരു കുളത്തിന്റെ അരികത്ത് ഇരിക്കുന്നത് കണ്ടു. പ്രാവിന്റെ വായിൽ ഒരു മീനുമുണ്ട്. അവൻ ഇന്ന് തീരുമാനിച്ചു, ഇന്ന് എനിക്ക് ഈ പ്രാവിനെ മതി ഭക്ഷണമായി കഴിക്കാൻ. അവൻ ആ പ്രാവിന്റെ അടുത്തേക്ക് വന്നതും പ്രാവ് കുറുക്കനെ കണ്ടൊന്നുമില്ല. പക്ഷെ പെട്ടെന്ന് പ്രാവ് അവിടുന്ന് പറന്ന് ഒരു വലിയ മരത്തിന്റെ മുകളിൽ പോയിരുന്നു. കുറുക്കൻ വേഗം തന്നെ ആ മരത്തിന്റെ അടുത്തേക്ക് ചെന്നു. മുകളിലേക്ക് നോക്കുമ്പോൾ ഒരുപാട് ഉയരത്തിലാണ് ഈ പ്രാവ് ഇരിക്കുന്നത്. കുറുക്കൻ വിചാരിച്ചു, ഈ പ്രാവിനെ ഇത്ര ഉയരത്തിൽ മരത്തിന്റെ മുകളിൽ കയറി പിടിക്കാൻ എനിക്ക് കഴിയുകയില്ല. പിന്നെ ഒരുപാട് സൗണ്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ പ്രാവ് അവിടുന്ന് പറന്നു പോവുകയും ചെയ്യും. അപ്പോൾ അതിനേക്കാളും നല്ലത് അവനോട് സ്നേഹത്തിൽ സംസാരിക്കാം. അതുകൊണ്ട് കുറുക്കൻ വേഗം തന്നെ പ്രാവിന്റെ മുൻപിൽ വന്ന് നിന്നിട്ട്, ഹലോ ഫ്രണ്ട്, നീ എന്താ ഇവിടെ ഇരിക്കുന്നതെന്ന് പ്രാവിനോട് ചോദിച്ചു. പ്രാവ് പറഞ്ഞു, ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനെ നോക്കി ഇരിക്കുകയാണെന്ന്. അപ്പോൾ കുറുക്കൻ പറഞ്ഞു, എനിക്ക് തോന്നുന്നത് കൂട്ടുകാരൻ ഇന്ന് വരാൻ ലേറ്റ് ആകുന്നാണ്. നീ ഒരു കാര്യം അറിഞ്ഞായിരുന്നോ? കാട്ടിൽ പുതിയൊരു നിയമം ഉണ്ടാക്കിയിട്ടുണ്ട്. പ്രാവ് കുറുക്കനോട് ചോദിച്ചു, എന്താണ് ആ പുതിയ നിയമം? കുറുക്കൻ പറഞ്ഞു, അത് വലിയ മൃഗങ്ങൾ ചെറിയ മൃഗങ്ങളെ കൊന്നു തിന്നാൻ പാടില്ലെന്നാണ് പുതിയ നിയമം. അങ്ങനെയാണെങ്കിൽ പിന്നെ നമ്മളെല്ലാം എന്ത് ഭക്ഷിക്കും? എനിക്ക് ഈ കാര്യത്തെക്കുറിച്ച് സംശയമുണ്ട്. നീയും കൂടെ എന്റെ കൂടെ വരികയാണെങ്കിൽ നമുക്ക് രാജാവിന്റെ അടുത്ത് ചെന്ന് നമ്മുടെ സംശയം മാറ്റാം. ബുദ്ധിശാലിയായ പ്രാവിന് സൂത്രക്കാരനായ കുറുക്കന്റെ മനസ്സിലിരിപ്പ് മനസ്സിലായി. പ്രാവ് ദൂരേക്ക് നോക്കിയപ്പോ അവിടെ നിന്ന് ഒരു കൂട്ടം കഴുതപ്പുലികൾ വരുന്നത് കണ്ടു. പ്രാവിനറിയാം കുറുക്കന്റെ ശത്രുക്കളാണ് കഴുതപ്പുലികൾ എന്ന്. പ്രാവ് വേഗം തന്നെ കുറുക്കനോട് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ കഴുതപ്പുലികൾക്കും ഈ നിയമം ബാധകമാണല്ലോ. കുറുക്കൻ പ്രാവിനോട് ചോദിച്ചു, നീ എന്താ പെട്ടെന്ന് കഴുതപ്പുലിയുടെ കാര്യം പറയുന്നത്? പ്രാവ് പറഞ്ഞു, ദൂരെ നിന്ന് കുറെ കഴുതപ്പുലികൾ വരുന്നുണ്ട്. അവർ നിന്റെ കൂടെ തീർച്ചയായും വരും. രാജാവിനോട് സംശയം ചോദിക്കാൻ അവർ നിന്റെ കൂടെ വരും, എനിക്കത് ഉറപ്പാണ്. വേഗം തന്നെ കുറുക്കൻ തിരിഞ്ഞു നോക്കുമ്പോൾ പ്രാവ് പറഞ്ഞത് സത്യം തന്നെയാണ്. ദൂരെ നിന്ന് കുറെ കഴുതപ്പുലികൾ വരുന്നുണ്ട്. പെട്ടെന്ന് തന്നെ സൂത്രക്കാരനായ കുറുക്കൻ തന്റെ ജീവനും കൊണ്ട് അവിടുന്ന് ഓടി രക്ഷപ്പെട്ടു. പ്രാവ് പുഞ്ചിരിച്ചുകൊണ്ട് മറ്റൊരു മരത്തിലേക്ക് പറന്നു പോവുകയും ചെയ്തു. ഈ കഥയുടെ ഗുണപാഠം എന്താണെന്ന് അറിയാമോ? ശത്രുക്കളായ ആരെങ്കിലും നമ്മളോട് ഒരുപാട് സ്നേഹത്തോടെ സംസാരിക്കുകയാണെങ്കിൽ അവരുടെ മനസ്സിലിരിപ്പിനെ പറ്റി ഒരു വട്ടം കൂടി ചിന്തിച്ചു നോക്കണം. ഈ കഥ എല്ലാവർക്കും ഇഷ്ടമായോ? ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ബെല്ലൈക്കണും അമർത്തണം. നന്ദി കൂട്ടുകാരെ.